Hi all, welcome to my channel Looking Through My Eyes. ഇന്ന് ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അബുദാബിയിലെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഷെയ്ഖ് സായദ് ഹെറിറ്റേജ് ഫെസ്റ്റിവലിലാണ്. അബുദാബിയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ DPI ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുള്ള ഒരു മെസ്സേജ്, അതിൻ്റെ ആ റിസൾട്ട് മൊബൈലിൽ കാണിക്കണം. അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐഡിയും കയ്യിൽ തന്നെ വെച്ചിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാലും ദേ ഓൾവേസ് ചെക്ക് ദ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ മാസ്ക് ഉണ്ടോ എന്നൊക്കെ നോക്കും. മാസ്ക് ഇല്ലെങ്കിൽ അവിടെ എൻട്രി ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ? ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവരുടെ നെയിമിലാണ് ഈ ഒരു ഹെറിറ്റേജ് ഫെസ്റ്റിവലിനെ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചർ, അതിൻ്റെ ഒരു ഷോ കേസാണ്. അവരുടെ ഒരു കൾച്ചറൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ കുറേ പരിപാടികളാണ് ഈ ഒരു ഹെറിറ്റേജ് ഫെസ്റ്റിവലിൽ നമ്മൾ കാണുന്നത്. ഹെറിറ്റേജ് അല്ലെങ്കിൽ എക്സിബിഷൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യു വിൽ ഫീൽ ബോർഡ് അല്ലേ, ബോറിംഗ് ആയിട്ട് തോന്നും. ബട്ട് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒട്ടും ബോറടിക്കില്ല. മോഡേൺ കാര്യങ്ങളായിട്ടുള്ള മോഡേൺ കാർസിൻ്റെ ഷോ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലേസർ ഫൗണ്ടൻ കാണുന്നുണ്ടല്ലോ, ഇതിനെ പറയുന്നതാണ് UAE ഫൗണ്ടൻ. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്. അത് നമുക്ക് നൈറ്റ് ടൈം തന്നെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ചെക്ക് ഔട്ട് UAE's കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഈ കാണുന്നതെല്ലാം അവരുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ആണ്. എങ്ങനെയാണ് അവർ പണ്ടൊക്കെ ജീവിച്ചിരുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളൊക്കെ, എന്താണ് അവരുടെ കുറേ ഹാൻഡിക്രാഫ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണുന്നത്. So this space ഇത് വന്നിട്ട് ഡെഡിക്കേറ്റഡ് സ്പെഷ്യലി ഫോർ ദ UAE's കൾച്ചർ. ആൻഡ് ഈ ഒരു സ്പേസിനെ പറയുന്നതാണ് എമിറേറ്റ്സ് ഹെറിറ്റേജ് വില്ലേജ്. UAEയിൽ പണ്ട് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് പേൾ ഡൈവിംഗ് ആണ്. സോ അവർക്ക് ബോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിയർ ലൈഫ്. അതുകൊണ്ട് തന്നെ ബോട്ട് മേക്കിംഗ് എന്ന് പറയുന്നതും അവരുടെ ഒരു മെയിൻ പ്രൊഫഷൻ ആയിരുന്നു.
ഇവിടെ കാണുന്നതാണ് അഗ്രികൾച്ചറൽ ഓയസിസ് എക്സിബിഷൻ. അതായത് UAE-യുടെ ഫാർമേഴ്സ്, അവരുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ ഒരു ആനിമൽ വെൽത്ത് എന്താണ്, ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണുന്നത്. നെറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഇവരുടെ ഫ്രഷ് ഫാം പ്രൊഡ്യൂസ് അതൊക്കെ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഇവിടെ കാണുന്നതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റി. UAE-യിൽ കൂടുതലും ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UAE-യിൽ എല്ലാവർക്കും അറിയാം വാട്ടർ സ്കാർസിറ്റി കൂടുതലാണ്, ഡെസേർട്ട് ഏരിയ ആണ് കൂടുതൽ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ എന്താണെന്ന് വെച്ചാൽ പൈപ്പ്സ് യൂസ് ചെയ്ത് ഡയറക്റ്റ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലോട്ട് വെള്ളം ഡ്രിപ്പ് ബൈ ഡ്രിപ്പായിട്ട് പാസ് ചെയ്യുന്നതാണ്. ഇത് കാരണം നമുക്ക് വെള്ളം കുറച്ച് യൂസ് ചെയ്യാം, അതുപോലെ ഒരുപാട് പ്രൊഡ്യൂസും കിട്ടും.
നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കിഡ്സ് സ്റ്റേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് എ സ്പെഷ്യൽ ഏരിയ ഡെഡിക്കേറ്റഡ് ഫോർ കിഡ്സ്. അപ്പോൾ കിഡ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഒരുപാട് റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് വന്നിട്ട് നല്ല എൻകറേജ്മെൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും ഉള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഈ ഒരു കിഡ്സ് സ്റ്റേഷനിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കളർഫുൾ ആയിട്ടാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സോ ബിക്കോസ് എന്തായാലും കിഡ്സിന് അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള ആ ഒരു ഐഡിയ കൊള്ളാം. ബിക്കോസ് ഈവൻ ദോ പിരമിഡ്സ് ആയിരുന്നാൽ പോലും അതും കളർഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കിഡ്സിന് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു കൺട്രിയിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ ഒരു കാര്യം ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. സി ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, മോണ്യുമെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിഡ്സിന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് സോ കളർഫുൾ. ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദിസ് കിഡ്സ് നേഷൻ. കിഡ്സ് നേഷനിൽ ഒരു സ്പെഷ്യൽ സ്റ്റേജും ഉണ്ട്. അത് ഇവിടെ വരുന്ന കിഡ്സിനൊക്കെ അവരുടെ സ്പെഷ്യൽ ടാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്റ്റേജ് ഇവിടെ ഉണ്ട്. അങ്ങനെ കിഡ്സ് നേഷനിൽ നമ്മൾ കണ്ടത് കുറേ നോളജ് കിട്ടാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ പഠിത്തം മാത്രമായാലും അവർക്ക് ബോറാവുമല്ലോ. സോ ഇവിടെ ഉണ്ട് ഒരു പ്ലേ ഏരിയ, അവർക്ക് കളിക്കാനും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതും ഒരു നൈറ്റ് ടൈം ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ്, കളർഫുള്ളാണ്. അതുപോലെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഓൾസോ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ ഈ ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അതിനുവേണ്ടി നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ അതിനുള്ള ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ അത് ഇന്ത്യൻ ടൈപ്പ് ഫുഡായാലും അറേബ്യൻ ടൈപ്പ് ഫുഡായാലും അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ടൈപ്പ് ഫുഡായാലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അതിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ഏരിയ. ഹെറിറ്റേജ് ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ ദിസ് ഇസ് നോട്ട് ഓൺലി ടു ഡിസ്പ്ലേ UAE's കൾച്ചർ. UAEയുടെ കൾച്ചർ മാത്രമല്ല ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെവിലിയൻസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ പെവിലിയൻസിലും ഇതുപോലെ ഓരോ സ്റ്റേജ് ഉണ്ടാകും. ആൻഡ് അവരുടെ രാജ്യങ്ങളുടെ സ്പെഷ്യൽ മ്യൂസിക്കൽ പെർഫോമൻസസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു സ്പെഷ്യൽ മ്യൂസിക് പെർഫോമൻസ് ആണ്. ഇപ്പോൾ കാണുന്ന ഏരിയ ദിസ് ഇസ് കോൾഡ് VR ഗെയിംസ് ഏരിയ. വെർച്വൽ റിയാലിറ്റി ഗെയിംസ് കളിക്കാനുള്ള ഒരു ഏരിയ ആണ് ഇത് മൊത്തം. ആൻഡ് ഫോർ 1 hour 15 dirhams ആണ് അതിൻ്റെ ഒരു ടിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഷെയ്ഖ് സായിദ് ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ 2 മെയിൻ അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ദ UAE ഫൗണ്ടൻ. ഇവിടെ കാണുന്ന ഈ ലേസർ ഫൗണ്ടൻ ആണ് UAE ഫൗണ്ടൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ. ആൻഡ് ദിസ് യൂസസ് ദ ലേറ്റസ്റ്റ് ഇൻ ദ ലേസർ ടെക്നോളജി. ആൻഡ് എവറി 30 minutes ഇവിടെ ഈ ഒരു ലേസർ ഷോ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫയർ വർക്ക്സ് ആണ്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് എവറി ഫ്രൈഡേ at 9 PM. ബട്ട് ഇവിടെ നടന്ന ഒരു ഫയർ വർക്ക്സ് ഓൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ New Year 2021. ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് ദ വേൾഡ്സ് ലോങ്കസ്റ്റ് റണ്ണിങ് ഫയർ വർക്ക്സ്. അത് എത്ര സമയം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു. അതായത് 35 മിനിറ്റാണ് ആ ഒരു ഫയർ വർക്ക്സ് ലാസ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ടുക്ക് എ പ്ലേസ് ഇൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. സോ ആ ലേസർ ഫൗണ്ടൻ ഷോ കഴിഞ്ഞിട്ട് നടന്നു വന്നപ്പോഴേക്കും വേറൊരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നത് കണ്ടു. ആൻഡ് അത് ഇന്ത്യൻ പെവിലിയനിലാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട്, ആ ഒരു മ്യൂസിക് കേട്ടിട്ട് ശരിക്കും ഇന്ത്യൻ ഡാൻസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
സോ ഈ ഡാൻസ് പെർഫോമൻസ് കണ്ടല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്കിത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമാണോ എന്ന് അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഷൂസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഷൂസ് വെച്ചിട്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തു ബൈ ടാപ്പിംഗ് ഓൺ ദ ഫ്ലോർ. ആൻഡ് ഓൾസോ ആ ഡ്രംസിൻ്റെ ബീറ്റിംഗ് അനുസരിച്ച് ഡാൻസ് ആൻഡ് ആ ഷൂവിൻ്റെ ഒരു റിതം എല്ലാം കൂടെ ഒരു നല്ലൊരു കോർഡിനേഷനിലാണ് പോകുന്നത്. സോ ഇതുപോലത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആൻഡ് ഫൈനലി നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഡാൻസായ പഞ്ചാബി ഡാൻസായ ദ ഭാംഗ്ര ഡാൻസ് നമുക്ക് കാണാൻ പറ്റി. സോ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറച്ച് കഴിഞ്ഞ് നടന്നു വന്നപ്പോൾ ഇതിവിടെ അതാ വേറൊരു കുറേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ബോൾ പോലെ തോന്നിക്കുന്ന ലൈറ്റ്സ്, ഡിഫറെൻറ്റ് കളർഫുൾ ലൈറ്റ്സ് ആണ് കണ്ടത്. ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ KFC, മെക്ഡൊണാൾഡ്സ് അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആൻഡ് അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം തന്നെ അവിടെ കാണാൻ പറ്റും. വേറൊരു പെർഫോമൻസ് ബൈ ദ ഈജിപ്ഷ്യൻസ്. ഈജിപ്റ്റ് എന്ന പെവിലിയനകത്ത് സ്റ്റേജിൽ ഈജിപ്ഷ്യൻസ് സെയിം അവരുടെ കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെ പാട്ടും മ്യൂസിക് എല്ലാം നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. സോ അതൊന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് യമൻ എന്ന രാജ്യത്തിലെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാനാണ്. അതൊന്ന് കണ്ടു നോക്കാം. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാൻസ് ആണ്. നമുക്കൊന്ന് നോക്കാം.
مشكورين على الحضور، نلقاكم ان شاء الله الفقره الثانيه الساعه 8:30 مساء. شكرا جزيلا. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ ഹെറിറ്റേജ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ഇനിയും പറയാനുണ്ട്, പറഞ്ഞിട്ട് തീർന്നില്ല. ലൈക്ക് ഇനി ഫൺ ഫെയർ സിറ്റി എന്നുള്ളൊരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അൽ വത്വ കസ്റ്റം ഷോസ് എന്ന് പറഞ്ഞൊരു കാർ ഷോ തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ ഹോഴ്സിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ക്യാമൽ റൈഡിങ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഒട്ടും നിങ്ങൾക്ക് ബോറടിക്കില്ല. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും വന്നാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ്. ആൻഡ് ഓൾസോ ദിസ് ഗോസ് ഓൺ ടിൽ ഫെബ്രുവരി 20th വരെയാണ് ഇതിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഡെയിലി 4 PM തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആരും മിസ് ചെയ്യരുത്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരായിട്ട് വന്ന് ഈ ഒരു വിൻ്റർ സീസൺ അടിച്ച് പൊളിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ദിസ് ഈസ് ദ ഷെയ്ഖ് സായദ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ഇൻ അബുദാബി. Hope you all enjoyed this video. So next time in your beautiful and interesting video ആയിട്ട് വരാം. Until then, this is Looking Through My Eyes by Shahu signing off. See you. Bye.